കറുപ്പ് മൂവി അടിപൊളി. മാസ് എൻ്റർടൈൻമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാവണം മാസ് എൻ്റർടൈൻമെൻറ്റ്. കംബാക്ക് എന്ന് പറഞ്ഞാൽ ഇതാവണം കംബാക്ക്. സൂര്യയുടെ കംബാക്ക് എന്ന് തന്നെ പറയാം. മാസ് എൻ്റർടൈൻമെൻറ്റ്. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ. ഇതേപോലത്തെ കംബാക്കാണ് ഇത്രയും കാലമായിട്ട് സൂര്യയുടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു മാസ് മൂവി സൂര്യയുടെ. ആർ.ജെ. ബാലാജി അടിപൊളി. ഫാൻസിന് വേണ്ടത് ഇതാണ്. ആൻഡ് ആർ.ജെ. ബാലാജി കലക്കി. മൂക്കുത്തി അമ്മൻ എടുത്ത ഡയറക്ടറാണ് കറുപ്പ് മൂവി എടുത്തതെന്ന് ഇതിന് ശേഷം ഒരാളും പറയില്ല. അതുമാതിരി എടുത്തു വെച്ചിട്ടുണ്ട് കറുപ്പ്. മാസിന് മാസ്, സ്ലോ മോഷന് സ്ലോ മോഷൻ, മ്യൂസിക് പിന്നെ അതിലേക്ക് വരാം. ഓരോ ഫ്രെയിമും ഓരോ സീനും അടിപൊളി. എനിക്കിത് കാണുന്നവരോട് ഒരു റിക്വസ്റ്റേ ഉള്ളൂ. നിങ്ങൾ ലോജിക്കിൻ്റെ കാര്യം പറഞ്ഞ് ഇതാരും കാണരുത്. അങ്ങനത്തെ പടമല്ല. മാസ് എന്ന് പറഞ്ഞാൽ പക്കാ മാസ്. ഫാൻസിന് എന്താണോ വേണ്ടത് അത് ഈ പടത്തിലുണ്ട്. ഈ പടത്തിൽ ഒരുപാട് സർപ്രൈസസ് ഉണ്ട്. അത് സൂര്യ ഫാൻസിന് മാത്രമല്ല, വേറെ പല ഫാൻസിനും ഈ പടത്തിൽ റോളുണ്ട്. അതിലേക്കെല്ലാം വരാം. ആദ്യം ആർ.ജെ. ബാലാജി പറഞ്ഞതുപോലെ നിങ്ങളാണ് മൂക്കുത്തി അമ്മനെ എടുത്തതെന്ന് ഈ പടത്തിന് ശേഷം ഒരാളും പറയില്ല. അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് മാസ് എൻ്റർടൈൻമെൻറ്റ്. ആർ.ജെ. ബാലാജി ഇത്ര അങ്ങോട്ട് പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സ്ലോ മോഷൻ, ഫൈറ്റ്, സോങ്, ഓരോ ഫ്രെയിമും ഫ്രെയിം ബൈ ഫ്രെയിം. മാസ് പടത്തിന് അത്യാവശ്യം വേണ്ടത് സ്ലോ മോഷനും ആംഗിളും വൈഡ് ആംഗിളും ആ ഒരു പൊടി പാറുന്ന സീൻസാണ്. അതെല്ലാം ഈ പടത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആർ.ജെ. ബാലാജി ആൻഡ് ടീം ഒരു രക്ഷയില്ല. നിങ്ങൾ അടിപൊളിയാണ്. ഈ മൂക്കുത്തി അമ്മൻ കണ്ടതിന് ശേഷം വരുന്ന ഈ ഒരു പടം നിങ്ങൾ അടിപൊളി. താങ്ക് യു സോ മച്ച്. സൂര്യ ഫാൻസിന് ഏറ്റവും വേണ്ടത് ഇത് തന്നെയായിരുന്നു, ഒരു മാസ് പടം. സൂര്യയുടെ മാസ് അപ്പീൽ കാണാൻ വേണ്ടി ഒരുപാട് നാളായി കൊതിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ആർ.ജെ. ബാലാജി താങ്ക് യു സോ മച്ച്. സൂര്യ അടിപൊളി. പെർഫോമൻസിന് പെർഫോമൻസ്, സ്ലോ മോഷന് സ്ലോ മോഷൻ, ആക്ഷൻ ആക്ഷൻ, സോങ്ങിന് സോങ്, എല്ലാം ഈ പടത്തിലുണ്ട്. അത് പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഇതിൻ്റെ ക്ലൈമാക്സിൽ സൂര്യയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, കിടിലനാണ്. അത് നിങ്ങളെല്ലാവരും കാണേണ്ടതാണ് സൂര്യയുടെ പെർഫോമൻസ്. ഇതിനു മുമ്പ് ആ പെർഫോമൻസ് ഇന്ത്യയിൽ വേറെ 2 ആക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. 2 എന്തായാലും ഉണ്ട്. അതിൽ കൂടുതലുണ്ടോയെന്ന് നിങ്ങൾ തന്നെ നോക്കണം. പക്ഷേ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് പെർഫോമൻസ് സൂര്യയുടെ ഈ ലെവലിലേക്ക് എത്തുന്ന ഞാൻ വിചാരിച്ചില്ല. അതുപോലെ സ്ലോ മോഷനും ആംഗിളും എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. ഞങ്ങൾ ഒരുപാട് നാളായി കൊതിച്ചിരിക്കണം സൂര്യയുടെ ഒരു മാസ് മൂവി കാണാൻ വേണ്ടിയിട്ട്. കുറേ നാളായി വെയിറ്റിംഗ്. ആൻഡ് ഇത് കംബാക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. തൃഷ, നിങ്ങൾക്ക് വയസ്സാവുമോ എന്തെങ്കിലും? പ്രായം എപ്പോഴെങ്കിലും ആവുമോ എന്നാണ് ഈ പടം കണ്ടിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങിയോ അതേപോലെ തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. കാണുന്ന ഞങ്ങൾക്ക് പ്രായം കൂടുന്ന അല്ലാതെ നിങ്ങൾക്ക് ഇതുവരെ പ്രായം കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ബ്യൂട്ടിഫുൾനെസ്സാണ് ഈ പടത്തിലുള്ളത്. ആൻഡ് ആർ.ജെ. ബാലാജി ആക്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. മെയിൻ റോളാണ്. കിടിലൻ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. നിങ്ങൾ കോമഡി സ്റ്റാറാണെന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ആരും പറയില്ല. നിങ്ങൾക്ക് നല്ല റോളുകൾ ഇനി പടത്തിലും ഇനി അങ്ങോട്ട് തമിഴ് പടത്തിലും എന്തായാലും ഉണ്ടാവും. അമ്മാതിരി പെർഫോമൻസ് ഇത് നിങ്ങൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ. പിന്നെ ഇതിൽ മലയാളി ആക്ടേഴ്സ് ഉണ്ട്. ഇന്ദ്രൻ ചേട്ടനുണ്ട്, അനഘ രവി, സ്വാസിക, ശിവത. വേണമെങ്കിൽ ഇതൊരു മലയാളം പടമാണെന്നും പറയാം.
ഇന്ദ്രൻ കുറിച്ച് ഓൾറെഡി മലയാളികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ റേഞ്ച് എന്താണെന്ന് ഓൾറെഡി മലയാളികൾ കണ്ടു കഴിഞ്ഞു. വേറെ ലെവൽ ആക്ടർ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ആക്ടർ. പണ്ട് നമ്മൾ കളിയാക്കിക്കൊണ്ടാണെന്ന് ഇന്ദ്രൻ ചേട്ടനൊന്നല്ല ഇന്നത്തെ ഇന്ദ്രൻ ചേട്ടൻ. ഐ മീൻ ആക്ടിങ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ആക്ടിങ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആക്ടിങ്, ഒരു രക്ഷയില്ല. അതേപോലത്തെ ആക്ടിങ് ആണ് ഈ പടത്തിലും. ഇനി തമിഴന്മാർ കാണട്ടെ ഏതാണ് ഇന്ദ്രൻ ചേട്ടൻ, എന്താണ് ഇന്ദ്രൻ ചേട്ടൻ, എന്താണ് ഇന്ദ്രൻ ചേട്ടൻ്റെ റേഞ്ച് എന്ന് തമിഴിലുള്ളവർ അറിയട്ടെ. അമ്മാതിരി കിടിലം പെർഫോമൻസാണ്, ഒരു രക്ഷയില്ല ഇന്ദ്രൻ ചേട്ടൻ. ആൻഡ് അനഘ രവി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തമിഴിലും മലയാളത്തിലും ഒരുപാട് സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾസോ സ്വാസിക ആൻഡ് ശിവദ രണ്ടുപേരും നല്ല റോളാണ്, നന്നായി ചെയ്തിട്ടുമുണ്ട്. പിന്നെ ആക്ടേഴ്സ് മൻസൂർ അലി ഖാൻ ഉണ്ട്, പിന്നെയും കുറേ ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും അവരവരുടെ റോള് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് സായ് അഭ്യങ്കർ, അയ്യോ. AR റഹ്മാന് ശേഷം ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരുന്നു അനിരുദ്ധ് രവിചന്ദ്രൻ. അനിരുദ്ധിന് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് ഇനി ഒരു ഉത്തരവേ ഉള്ളൂ, അത് സായ് അഭ്യങ്കർ. ഒരു രക്ഷയിൽ ഓരോ സീനും മ്യൂസിക് വെച്ച് എങ്ങനെയാണ് എലിവേറ്റ് ചെയ്യാമെന്ന് ഈ പടം കണ്ടാൽ മനസ്സിലാവും. അമ്മാതിരി മ്യൂസിക്കാണ്, ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്. മാസ് പടത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ BGM എന്ന് പറയുന്നത്. ഓരോ സീനും അത് മാസ് സീന്, സ്ലോ മോഷൻ, എങ്ങനെ മ്യൂസിക് വെച്ച് എലിവേറ്റ് ചെയ്യാമെന്ന് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് സായ് അഭ്യങ്കർ ഇതിൽ ചെയ്തത്. പടം കഴിഞ്ഞിട്ട് ആ BGM ആ സോങ്ങും അതിപ്പോഴും തലയിൽ അങ്ങനെ കിടക്കുകയാണ്. അമ്മാതിരി ഐറ്റമാണ് സായ് അഭ്യങ്കർ ചെയ്ത് വെച്ചത്. ആൻഡ് ഗോഡ് മോഡ് എന്ന് പറഞ്ഞൊരു സോങ്, ആ ഒരു സോങ് മാത്രമേ ഉള്ളൂ പടത്തിൽ. കിടിലൻ പാട്ടും കൊള്ളാം, അതിൻ്റെ ഓരോ ഫ്രെയിമും. നിങ്ങളത് വീഡിയോ പടം കണ്ട് നോക്കുക, അതിൽ ഓരോ ഫ്രെയിമിൽ ഇങ്ങനെ പൂക്കളുടെ എതളുകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അമ്മാതിരി ഫ്രെയിംസാണ് പടത്തിലുള്ളത്. ആൻഡ് ഒരു ഫൈറ്റിനുള്ള സോങ് മീൻസ് BGM. എങ്ങനെയാണിത് പടം എലിവേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ട് പഠിക്കണം എല്ലാവരും. ഒരു മാസ് പടം എങ്ങനെയാണ് വേറെ ലെവലിലേക്കൊരു മ്യൂസിക് ഡയറക്ടർ കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കറുപ്പ് എന്നുള്ള മൂവി. അനിരുദ്ധ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് സായ് അഭ്യങ്കർ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ അടിപൊളി. ഇനി അങ്ങോട്ട് സായ് അഭ്യങ്കറിൻ്റെ കാലമാണ്, ഒരു സംശയവും വേണ്ട. മാസ് മൂവീസിന് ഇനി അങ്ങോട്ട് സായ് അഭ്യങ്കറിൻ്റെ കാലമാണ്. അതുപോലെയാണ് മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഓൾ ദ ടീം, RJ ബാലാജി ആയാലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മാതിരി ഒരു രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ മാസ് മൂവി, അതിൻ്റെ രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഡേ കാണുക, അതും ഫുൾ ഹൗസിലിരുന്നൊരു മാസ് മൂവി എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ. മാസ് എൻ്റർടൈൻമെൻറ്റ്, കിടിലൻ. ആൻഡ് സർപ്രൈസ്, കുറേ സർപ്രൈസസ് ഉണ്ട് ഈ മൂവിയിൽ. അത് ഓരോ ഫാൻസിനും സർപ്രൈസസ് ഉണ്ട്. സൂര്യയുടെ ഇതിനു മുമ്പ് ചെയ്തൊരു പടത്തിൻ്റെ റെഫറൻസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കിടിലൻ. വേറെ ആക്ടേഴ്സിൻ്റെ അതേ സീൻ ഈ പടത്തിൽ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ആക്ടറിൻ്റെ അതേ സീൻ ഈ പടത്തിൽ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണത്, അത് നിങ്ങൾ കണ്ടു നോക്കൂ. പിന്നെ വേറെ റെഫറൻസുകളുണ്ട് വേറെ ആക്ടറിൻ്റെ, അതും നിങ്ങൾ കണ്ടു നോക്കൂ. എല്ലാം കൊണ്ട് എല്ലാ ഫാൻസിനും, തമിഴിലുള്ള എല്ലാ ഫാൻസിനും അടിപൊളിയായിരിക്കും ഈ പടം. കറുപ്പ് കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. ആൻഡ് എനിക്കിപ്പോഴും അത് കണ്ടതിൻ്റെ എക്സ്പീരിയൻസും മനസ്സിലിപ്പോഴും ഉണ്ട്. ആ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. അതുപോലെയാണ് സായ് അഭ്യങ്കർ ചെയ്തു വെച്ചിരിക്കുന്നത്. എലിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സീനും ഫ്രെയിം ബൈ ഫ്രെയിം നിങ്ങൾ ഒരു പടം എങ്ങനെയാണ് എലിവേറ്റ് ചെയ്യാമെന്ന് മ്യൂസിക് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. കാണുക തന്നെ വേണം നിങ്ങളത്. എല്ലാവരും കാണുക, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പടം കാണണം. ലോജിക്ക് വെച്ച് ആരും പടം കാണരുത്.
ഒരു മാസ് പടം എങ്ങനെയാണോ നിങ്ങൾ കാണുക അതേപോലെ തന്നെ കാണണം. ലോജിക്ക് വെച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോജിക്ക് പടം ചിലപ്പോൾ പിടിച്ചു എന്ന് വരില്ല. ബട്ട് ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ എങ്ങനെ ഒരു 2.5 hours കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും കറുപ്പ് എന്നുള്ള മൂവി, ദ കംബാക്ക് മൂവി ഓഫ് സൂര്യ. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതുപോലെ ഫാൻസ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം ഒരു സൂര്യയുടെ മൂവി കാണാൻ വേണ്ടിയിട്ട്, ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ്. ആ മൂവി ഞങ്ങൾക്ക് ഇന്ന് കിട്ടി. താങ്ക് യു RJ Balaji ആൻഡ് ടീം സൂര്യ. എവ്രിവൺ, ഇറ്റ്സ് ഗോണ ബി എ ബ്ലോക്ക് ബസ്റ്റർ ഓഫ് ദ ഇയർ. Thank you very much.